الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ഇത് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പും രാപ്പകലുകളുടെ മാറ്റവും സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ സഞ്ചാരവുമൊക്കെ സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അനുനിമിഷം അതിൻ്റെയൊക്കെ ഭരണം നിർവഹിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും നിയന്ത്രണം അവൻ്റെ അധീനത്തിൽ, അതായത് അവൻ്റെ കൈകളിലാക്കിയിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഖുർആനിലൂടെ പറഞ്ഞ സംഗതിയാണ് വിശദീകരിച്ചത്. അതിനോടനുബന്ധിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ നിങ്ങൾ നോക്കൂ, അതിൻ്റെ എല്ലാ ഓരോ സംഗതികളും അതിൻ്റെ സൃഷ്ടാവിന് വിധേയമായി കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ഇംബാലൻസ് ഉണ്ടാവുന്നില്ല. പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ കൂട്ടിയിടിച്ച് ഇവിടെ കുഴപ്പമുണ്ടാവുന്നില്ല. അതിൻ്റെയൊക്കെ സമ്പൂർണമായ നിയന്ത്രണം യുക്തിഭദ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു അവിഭാജ്യ ഘടകമാണ് മനുഷ്യൻ. കാരണം മനുഷ്യന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. وَخَلَقَ لَكُم مَّا فِي الْأَرْضِ جَمِيعًا ثُمَّ اسْتَوَىٰ إِلَى السَّمَاءِ فَسَوَّاهُنَّ سَبْعَ سَمَاوَاتٍ. അതായത് ഇവിടെയുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്ന ഒരു ജീവി, ആ ജീവിക്ക് അല്ലാഹു തആല ഒരു മഹത്വം കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ സിഫത്തുകൾ പ്രായോഗിക ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ച ദൈവിക പ്രതിനിധി. അവിടെയാണ് മനുഷ്യന്റെ മഹത്വം. അല്ലെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല. മനുഷ്യന് റൂഹ് എന്ന് പറയുന്ന ഒരു സംഗതി പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചൈതന്യത്തിൽ നിന്ന് ഊതപ്പെട്ടാണ്. അല്ല സൃഷ്ടിച്ചു തന്നതാണ്. മിൻ റൂഹി എന്ന് പറഞ്ഞത് മുഴുവൻ റൂഹില്ല. അപ്പൊ നമ്മുടെ കൈവശമുള്ളത് അല്ലാഹു തആലയുടെ മുഴുവൻ റൂഹാണ് എന്ന് പറഞ്ഞാൽ നടക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിട്ട് അല്ലാഹു തആലയുടെ റൂഹിൽ നിന്ന്, ചൈതന്യത്തിൽ നിന്ന് നമുക്ക് നൽകി. അപ്പൊ നമ്മൾ അല്ലാഹുല്ല. അപ്പൊ അങ്ങനെ ഊതപ്പെട്ട ഒരു ജന്തു, അത് ജന്തുവിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിന് ചില സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. അതുകൊണ്ട് ആദമിന്റെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ മറ്റേത് ജീവിയെക്കാളും, അറിയപ്പെടുന്ന മറ്റേത് ജീവിയെക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളത് മനുഷ്യനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു. അപ്പൊ ഇവിടെ മനുഷ്യരെക്കാൾ ഗംഭീരങ്ങളായ ജീവികളുണ്ട്. ആന മനുഷ്യനേക്കാൾ വലുതാണ്. തിമിംഗലം മനുഷ്യനേക്കാൾ വലുതാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ ജീവനില്ലാന്ന് തോന്നുന്ന മലകളും അതുപോലെ കടലുകളുമൊക്കെ മനുഷ്യനേക്കാളും ചെറുപ്പം വലുതാണ്.
ഇനി നമ്മൾ ഭൂമിയെ മൊത്തം നോക്കിയാൽ മനുഷ്യനേക്കാൾ എത്രയോ വലുതാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദി ഗോളങ്ങളെല്ലാം മനുഷ്യനേക്കാൾ വലുതാണ്. അതായത് അതിന്റെ രൂപം ബോഡിയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ വലുത്. ആ വസ്തുക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, അവയ്ക്ക് യാതൊരു തകരാറുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന് ഒരു നിയന്ത്രണാധികാരം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. പ്രപഞ്ചത്തിൽ എന്നെക്കാൾ വലിയ ഭീമാകാരങ്ങളായ ജന്തുക്കളും സസ്യങ്ങളും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. അവയ്ക്ക് അവയുടെ രക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ നീങ്ങുന്നുണ്ട്. അപ്പൊ ഞാനും അതുപോലെ ഈ പ്രകൃതിയുടെ നിയമത്തിന് വിധേയമായി ജീവിക്കണമെന്ന് മനുഷ്യൻ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ ആവശ്യക്കാരനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവൻ എപ്പോഴും, അതായത് ജനിച്ചു വരുന്ന ഒരു കുഞ്ഞിന് നമുക്കറിയാം, ആരും സഹായിച്ചില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ കാര്യം പോക്കാണ്. മറ്റേത് ജന്തുവിനും ആരും മുല കൊടുക്കേണ്ടതില്ല. അതിന്റെ കുട്ടി നേരെ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് പാലുള്ളത് അങ്ങോട്ട് നീങ്ങാനൊരു ഇൽഹാമുണ്ട്. മനുഷ്യക്കുട്ടി അങ്ങനെ ചെയ്യില്ല. മനുഷ്യക്കുട്ടിയെ എടുത്ത് മുല കൊടുക്കണം എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ജന്തുക്കൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ ജനിച്ചു കഴിഞ്ഞാൽ അവ സ്വന്തം നിലയ്ക്ക് തന്നെ അതിനുള്ള ആഹാരം തേടി പോകുന്ന ഒരു പ്രത്യേകമായ പ്രക്രിയ അതുണ്ട്. മനുഷ്യനത് സാധ്യമല്ല. അവിടെ നിന്ന് മനുഷ്യൻ ആവശ്യക്കാരനാണ്. വെള്ളം വേണം, അവന് ആഹാരം വേണം, അവന് പിന്നെ എല്ലാ സംഗതികളും. അപ്പൊ ആവശ്യങ്ങളില്ലാതെ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നത് ഏകനായ പ്രപഞ്ചത്തിന്റെ നാഥനായ സർവാധികാരിയായ യുക്തിജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്നത് സബബുകൾ, ഹേതുക്കൾ മാത്രമാണ്. ഉമ്മ എന്നതൊരു കാരണമാണ്. മനുഷ്യ സൃഷ്ടിപ്പ് ഉമ്മ അല്ല നടത്തുന്നത്. വാപ്പ എന്നതൊരു കാരണമാണ്. വാപ്പയല്ല മോനെ സൃഷ്ടിക്കുന്നത്. അത് അല്ലാഹു എടുത്തു പറഞ്ഞു. നിങ്ങൾ ശ്രവിക്കുന്ന ഇന്ദ്രിയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് സൃഷ്ടിക്കുന്നത്, അതല്ല നാമാണോ? അപ്പൊ ഇന്ദ്രിയം സൃഷ്ടിക്കുകയും അത് ഇജക്ട് ചെയ്യാനുള്ള പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുകയും അതിന് ഇത്രമാത്രം ഭയങ്കര കെയറാണുള്ളതാണ്. വെറുതെ ഇന്ദ്രിയം എവിടെയെങ്കിലും പോയി വീണാൽ കുട്ടി ഉണ്ടാവില്ല. അത് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രത്യേകമായ സംവിധാനങ്ങളിലൂടെ പ്രത്യേക തരത്തിൽ അത് വളരെ സ്പീഡിൽ സഞ്ചരിച്ച് ഭയങ്കര ഒരു സാധാരണ അതൊക്കെ കൂടെ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കാൻ പോണെങ്കിൽ ഈ കോഴിക്കോട് ഏരിയ മുഴുവൻ എടുത്താലും അത്ര ഒരു സംവിധാനമുള്ള ഫാക്ടറി ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ സെമൺ എഗ്ഗുമായി യോജിക്കുന്ന ഒരു സംവിധാനം മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇന്ന് ടെക്നോളജി ഇത്രയും വലിയ വിജയിച്ച ഈ കാലഘട്ടത്തിൽ പോലും അത്ര വലിയ ഒരു സൗകര്യവും സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അത്ര വളരെ കണിശമായിട്ടാണ് ബില്യൺ കണക്കിനാണ് ഈ സ്പേമുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു സ്പേമും ഒരു എഗ്ഗുമായിട്ട് യോജിച്ചിട്ട് അതൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ പിടിക്കുക, അള്ളിപ്പിടിക്കുകയാണ്. അലഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിത്തൂങ്ങുക എന്നുള്ളതാണ്. അത് ഗർഭാശയ ഭിത്തിയിൽ തൊള്ളുണ്ടാക്കി കെട്ടിത്തൂങ്ങുന്നത് ഫോറിൻ ബോഡി ഉള്ളിൽ ചെന്നാൽ ഇജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പിടിക്കും. അവിടെ നിന്ന് തന്നെ അത് ആവശ്യക്കാരനാണ്. ഇങ്ങനെ ബ്ലഡ് വലിച്ചിട്ടാണ് വളരുന്നത്. അതൊക്കെ അറിയുന്ന ആളുകൾ അതിന്റെ ഗവേഷണം നടത്തുമ്പോൾ അത്ഭുതപരതരായി. ഇതെങ്ങനെയാണ് ഇതിന് വിവരം കിട്ടിയത്? എങ്ങനെയാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് ഇവിടെ തന്നെ വന്ന് പിടിച്ചത്? ഈ പ്രത്യേക പോർഷനിൽ തന്നെ വന്നിട്ട് ബ്ലഡ് എടുക്കുന്നത് എങ്ങനെയാണ്? പിന്നെ അതിന്റെ ഓരോ വളർച്ചയും വളർന്ന് അവസാനം ഹൽഖന്നാഹർ നല്ല സുന്ദരനായ ഒരു പെണ്ണോ ഒരാണോ ആയ കുട്ടിയായിട്ടാണ് പുറത്തു വരുന്നത്. പിന്നെയും മനുഷ്യൻ ആശ്രിതനാണ്. അപ്പോൾ മനുഷ്യൻ ആത്യന്തികമായി അള്ളാഹുവിന്റെ ആശ്രിതനായതുകൊണ്ട് അവന്റെ ആവശ്യങ്ങളെല്ലാം അവൻ യാതൊരു തരത്തിലുള്ള ലജ്ജയോ ഭയമോ അല്ലെങ്കിൽ ഒന്നും കൂടാതെ പ്രതീക്ഷയോടുകൂടി അവന്റെ സൃഷ്ടാവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. സഹായം അവനോട് മാത്രം ചോദിക്കുക. ആ ആവശ്യം തേടിയുള്ള യാചനയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. അതാണ് കഴിഞ്ഞ ഖുതുബയിലെ 2ാം പാർട്ടിൽ പഠിപ്പിച്ചത്. പ്രപഞ്ചത്തിന്റെ സംവിധാനം അത് നോക്കിയിട്ട് പ്രപഞ്ചത്തിലെ ഓരോ സംഗതിയും ഓരോ കാര്യവും അതിന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നടത്തിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളും മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ ചോദിക്കുക. ചോദിച്ച് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് ആ ചോദ്യമാണ് ദുആ. അതാണ് ഇബാദത്ത്. ദുആ ഹുവൽ ഇബാദത്ത്. അതാണ് ഇബാദത്ത്.
ആവശ്യങ്ങൾ ഇങ്ങനെ കേഴ്ന്ന് യാചിക്കുന്ന ചോദ്യം. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതിന്റെ സംക്ഷിപ്ത രൂപമാണ്. ആദ്യത്തെ ദ്വായാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഏത് കാര്യത്തിലും നേരായ മാർഗം എന്താണെന്ന് അറിയാം. പള്ളി പോകാനും നിസ്കരിക്കാനും മാത്രമല്ല നേരായ മാർഗം അറിയേണ്ടത്, തിരുവനന്തപുരത്ത് പോകാനും നേരായ വഴി അറിയണം, കച്ചവടം ചെയ്യാനും നേരായ വഴി അറിയണം, രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും സാമൂഹ്യ പ്രവർത്തനം നടത്താനും മതപ്രവർത്തനം നടത്താനും ഫാക്ടറി കെട്ടാനും കൃഷി ചെയ്യാനും നേരായ എളുപ്പമുള്ള വഴി അറിഞ്ഞേ പറ്റൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ വേസ്റ്റ് ഉണ്ടാവാതിരിക്കുക. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ശരിയായ ബോധം ഇല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതികൾ നമ്മൾ കൂട്ടിയും അതെല്ലാം വാങ്ങിക്കൂട്ടി സമയവും പൈസ ചെലവാക്കി അവസാനം പ്രോജക്ട് ഫെയിൽഡ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കാൻ അപ്പൊ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അധികം ആളുകൾ മനസ്സിലാക്കുന്നത് അത് പള്ളിയിൽ പോകാനും ദ്വാരക്കാനും നിസ്കരിക്കാനും വേണ്ടിയുള്ള കാര്യമാണ്. അല്ല, ആ പള്ളിയിൽ പോകുന്നതും നിസ്കരിക്കണമെന്ന് ഇത് ചോദിക്കാനുള്ള ട്രെയിനിങ്ങിന്റെ സംഭാവം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. ആ ഒരു പ്രോസസ്സ് നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഇത് ചോദിക്കുക എന്നുള്ളത്. അങ്ങനെ വെറുതെ കണ്ട് കയറി ചോദിക്കാൻ പറ്റില്ല. അതിന് ഒരു മര്യാദയൊക്കെ ഉണ്ടെന്ന് പറയാം. ആദ്യം നിങ്ങൾ ശരീരത്തിൽ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അംഗസ്നാനം നടക്കുക, പുറത്ത് കാണുന്ന സാധനങ്ങളൊക്കെ കഴിയുക. ഒന്നുമില്ല, നമ്മൾക്കറിയാമല്ലോ. ഇപ്പൊ ഈ കൈയും കാലും മോന്തയൊക്കെ കഴിയുക, പുറത്ത് കാണുന്നതൊക്കെ കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കുമ്പോൾ ശരീരം കഴുകുമ്പോൾ മനുഷ്യ മനസ്സിനൊരു ശുദ്ധി ഉണ്ടാകും. എന്നിട്ട് മര്യാദ അടങ്ങി ഒതുങ്ങി കൈ കെട്ടിയിട്ടാണ് നിൽക്കുന്നു. കൈ കെട്ടിയിട്ട് നിൽക്കണം. പടച്ച തമ്പുരാനെ, നീയാണ് എന്നെ പടച്ചത്, ഈ പ്രപഞ്ചത്തെ പടച്ചത് നീ തന്നെയാണ് എന്നെ പടച്ചത്, അതുകൊണ്ട് ഞാൻ നിന്റെ മുന്നിൽ ഇതാ വന്നു നിൽക്കുന്നു, എന്റെ എല്ലാ സംഗതികളും നിനക്കുള്ളതാണ്, എന്നെ നീ നേരായ നയിച്ചു തരണേ തമ്പുരാനെ. ഇതാണ് പ്രാർത്ഥന. ഇതാണ് മനുഷ്യൻ ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മനുഷ്യ മനസ്സിൽ നന്മ ഉണ്ടാകുന്നത്. ആ നന്മയിൽ നിന്ന് നല്ല ചിന്ത ഉണ്ടാകുന്നു, പിന്നെ നല്ല പ്ലാൻ ഉണ്ടാവും, നല്ല പദ്ധതി ഉണ്ടാവും, നല്ല പ്രോജക്റ്റ് ഉണ്ടാവുന്നു. ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ ലോകത്ത് ഒരുപാട് വരലുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതിനു വേണ്ടി മാത്രമാണ് അല്ലാഹു നമ്മളെ പഠിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്ത് എടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്തോ കുറെ സംഗതികൾ അട്ടിക്കൂട്ടി ഒരു പാത്രത്തിലാക്കി വെക്കണ ഏർപ്പാടൊന്നുമില്ല. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ള. പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ഒരുപാട് രൂപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് പ്രാർത്ഥന ഉണ്ട്, ഇൻഡയറക്റ്റ് പ്രാർത്ഥന ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രാർത്ഥന ഉണ്ട്. അതിൽ ഏറ്റവും പ്രകടമായ ഉത്തമമായ പ്രാർത്ഥനയാണ് നമസ്കാരം. നോമ്പ് മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥനയാണ്, സക്കാത്ത് മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥനയാണ്. കാരണം സക്കാത്തിന്റെ ആ ഒരു സംഗതി നടക്കുമ്പോൾ സമൂഹത്തിൽ ക്രയവിക്രയം നടക്കുകയും സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് ചലനങ്ങൾ, സാമ്പത്തിക മേഖലയിൽ ചലനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അത് പ്രാർത്ഥനയുമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഹജ്ജ് പ്രാർത്ഥനയാണ്, ഉംറ പ്രാർത്ഥനയാണ്, സദഖ പ്രാർത്ഥനയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും ധർമ്മമുള്ള പ്രാർത്ഥനയിൽപ്പെട്ടതായി ആണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇമാസത്തുൽ അദാ അനി ശരീഅ്, അതായത് ഒരു ഉപദ്രവം വഴിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ തരത്തിലുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ഈമാന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇത് സകലതും പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനാനിരതമായ ജീവിതത്തിനെ ശല്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മനഃപൂർവ്വം സൃഷ്ടിച്ച പിശാച്, ഒരു നെഗറ്റീവ് ഫോഴ്സ് ഈ ലോകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹെല്ലാം അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അള്ളാഹ് നമ്മളോട് പറഞ്ഞു, നിങ്ങളെ ഇങ്ങനെ വിടുമ്പോൾ നിങ്ങളെ അതിന് സന്നദ്ധമാക്കാനും നിങ്ങൾ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രായോഗിക ജീവിതത്തിൽ പരിശോധിച്ചു നോക്കാനുമായി ഒരു നെഗറ്റീവ് ഫോഴ്സ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പിശാച്, ചെകുത്താൻ. അവന്റെ കൂടെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. നിങ്ങൾ എന്നോടൊപ്പം സത്യത്തോടൊപ്പം നിന്നാൽ നിങ്ങളുടെ ഹൃദയവിശാലത ഉണ്ടാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിൽ വളർന്നു വലുതാവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രായോഗിക ജീവിതത്തിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ നെഗറ്റീവ് ഫോഴ്സ്, പിശാച്. അല്ലെങ്കിൽ ഈ ഭൂമി സ്വർഗമായി പോകും. പിശാച് അവിടെ കടന്നില്ലെങ്കിൽ ആദവും ഹവ്വയും അവിടെ എന്നെന്നും സ്വർഗത്തിലെ സുഖലോലതയോടെ ജീവിക്കുമായിരുന്നല്ലോ എന്ന് ആലോചിക്കും. പിശാച് അവിടെ കടന്ന് ഒരു കുഴപ്പമുണ്ടാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് ആ സുഖം നഷ്ടപ്പെട്ടത്. ഇതൊരു പ്രത്യേക എപ്പിസോഡ് എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു. അതിൽ ഒരുപാട് പാഠങ്ങളുള്ളതുകൊണ്ടാണ് അത് കാണിച്ചു തരികയാണ്. മനുഷ്യന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. താൽക്കാലികമായ അനുഭൂതി ആസ്വദിക്കാനുള്ള ത്വര കൊണ്ട് അവൻ സത്യം വിസ്മരിച്ചുകൊണ്ട് അവൻ പലപ്പോഴും പിശാചിന്റെ കൂടെ പോകാൻ സാധ്യതയുള്ള ഒരു മനസ്സാണുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ പിശാചിന്റെ കൂടെ പോയാൽ ഉള്ള സൗഭാഗ്യം ഇല്ലാതായി പോകും.
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ ജീവിച്ചാൽ നന്മയിൽ തന്നെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പരീക്ഷണാർത്ഥം ചില പ്രശ്നങ്ങളൊക്കെ വെക്കുമെന്നുള്ളത് വേറൊരു വശമാണ്. ഇവിടെ മനുഷ്യൻ സത്യത്തോട് അടുത്ത് നിൽക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും തഖ്വ പാലിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവന് ഏറ്റവും ഉത്തമമായ ജീവിതം നൽകുമെന്ന് ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ സാധാരണ അറിയാം, ഒരാളിന് ഒരു കുഴപ്പമുണ്ടായാലും നമ്മൾ പലരും വിലയിരുത്തും. കയ്യിരിപ്പ് മോശമായതുകൊണ്ടാണ്, കുറ്റക്കെട്ട പണിയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതായത് മോശമായ ചീത്തയായ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് മോശമായ ജീവിതം ലഭിക്കും എന്ന ഒരു ചിന്താഗതി അത് സത്യവിശ്വാസികളായി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, സത്യത്തെ അങ്ങ് അംഗീകരിക്കാത്തവർക്കും എല്ലാ ആളുകൾക്കും ഉണ്ടെന്നാണ്. അപ്പൊ കയ്യിരിപ്പ് മോശമായാൽ, കുരുത്തക്കേടുണ്ടായാൽ കാണിച്ചാൽ പിടിക്കും. എല്ലാ കാലവും ഇങ്ങനെ കളിച്ചാൽ എന്നെങ്കിലും ദൈവം പിടിക്കാതിരിക്കൂല എന്നൊക്കെ സാധാരണ ലോക്കല് അങ്ങാടിയിലൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു യാഥാർത്ഥ്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ഭൗതിക വിഭവലെത്തി അവന്റെ സത്യവിശ്വാസവും പ്രാർത്ഥനയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദി വലാകിൻ ഖദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം മനുഷ്യന് ധർമ്മോപദേശം നൽകിയിരുന്ന സത്യവിശ്വാസികളുടെ നേതാക്കന്മാരായ പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തന മോശം കൊണ്ട് പിടിച്ച് ശിക്ഷിച്ച് ഒരുപാട് കഥകൾ ഖുർആനിലൂടെ പറഞ്ഞിരുന്നുണ്ട്. ഹൂദ് നബിയുടെ ആദ് സമുദായവും സ്വാലിഹ് നബിയുടെ സമൂദ് സമുദായവും അതുപോലെ ഷുഐബ് നബിയുടെയും അതുപോലെ ലൂത്ത് നബിയുടെയും ഒക്കെ സമുദായങ്ങൾക്ക് വന്ന അപജയം അവർ പ്രവാചകന്മാർ പറഞ്ഞ സത്യത്തെ നിഷേധിച്ചുകൊണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവരെ പിടിച്ചു. ആ കഥകളെല്ലാം പറഞ്ഞിട്ട് പറയണം, വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ പട്ടണവാസികൾ ആമനു വത്തഖൂ, അവർ സത്യത്തിൽ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ ഭൂമിയിൽ നിന്ന് നാം ഒരുപാട് അനുഗ്രഹന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. വലാകിൻ ഖദ്ദബൂ, പക്ഷേ അവർ സത്യത്തെ നിഷേധിച്ചു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അതുകൊണ്ട് അവരുടെ ദുഷ്പ്രവർത്തികളുടെ പേരിൽ നാം പിടിച്ചവരെ നശിപ്പിച്ചു കളഞ്ഞു. ദുനിയാവും പോയി ആഖിറവും പോയി. ആ ചരിത്രത്തിന്റെ ഒരുപാട് ഏടുകൾ ഖുർആനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സാധാരണ ലോക്കൽ വർത്താനം പറയുന്ന അതേ കാര്യം തന്നെ പടച്ചോൻ ഖുർആനിൽ പറയുന്നു. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അഅമ. അല്ലാഹുവിന്റെ ശ്രദ്ധ വിട്ട് ജീവിക്കുന്നവന് കുടിസായ ജീവിതമായിരിക്കും ദുനിയാവിലുണ്ടാവുക. അവൻ അന്ധനായി നാളെ നാം അന്ധനായി എന്ന് പറഞ്ഞാൽ വെറും കണ്ണ് കാണാത്തവനായി മാത്രമല്ല, ഒന്നും തിരിയാത്തവനായി നാളെ പരലോകത്ത് ഹാജരാക്കുകയും ചെയ്യും. അപ്പോ ഇവിടെ അധർമ്മം പ്രവർത്തിച്ചാൽ കുടിസായ ഒരു ജീവിതം കൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറുക്കുമെന്ന് ഖുർആൻ പറയുന്നു. സാധാരണ നാടൻ വർത്തമാനത്തിൽ നമ്മൾ കയ്യിരിപ്പ് മോശമായാണ് ദൈവം കൊടുത്തതാണ് എന്ന് പറയുന്ന ലോക്കൽ ഭാഷ തന്നെയാണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഖുർആനിൽ മാത്രമല്ല മറ്റു വേദഗ്രന്ഥങ്ങളിലും ഒക്കെ ഇതേ സമാനമായ ആയത്തുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ വന്നിട്ടുള്ളത്. കാലാന്തരങ്ങളിൽ ജനതകൾ അവരുടെ ശ്രുതികളിലും സ്മൃതികളിലും കൂടെ പകർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. വായി കൊണ്ട് പറയുന്നത് സ്മരണകളിൽ നിന്ന് പറയുന്നത്. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മരണ എന്നുള്ളതാണ്. അത് ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ വായി കൊണ്ട് പറയുന്നത്. ശ്രുതിയും സ്മൃതിയൊക്കെ മനുസ്മൃതി എന്നൊക്കെ കേട്ടില്ല, ഒരുപാട് ശ്രുതിയും സ്മൃതിയൊക്കെ ഉള്ളത് പണ്ട് വേദഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകന്മാർ പഠിപ്പിച്ച സംഗതികൾ തന്നെയാണ്. പക്ഷെ ഒരുപാട് തിരുത്തലുകൾ വന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം അല്ലാഹു തആല പറയാം, മൻ അമല സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണാവട്ടെ പെണ്ണാകട്ടെ ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ വലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ല ജീവിതം കൊണ്ട് നാം അവനെ വരവേൽക്കും എന്ന് പറഞ്ഞാൽ അവന് നല്ല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. പിന്നെ വലനജ്സിയന്നഹും, അത് പരലോകത്താണ്, അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവൻ ഖുർആൻ ഓതുന്നതും വഴിയിൽ നിന്നൊരു മുള്ളെടുത്ത് കളയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുർആൻ ഓതുന്നതിന്റെ സവാബ് വളരെ വലുതാണ്, വഴിയിൽ നിന്നൊരു മുള്ളെടുത്ത് കളയുന്നത് വളരെ ഏറ്റവും ചെറുതാണ്. പക്ഷെ ഒരാൾ രണ്ടും ചെയ്താൽ ആ വഴിയിൽ നിന്ന് മുള്ളെടുത്ത് കളഞ്ഞതിന് ഖുർആൻ ഓതിയതിന്റെ സവാബ് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം. അഹ്സനു മാ കാനൂ, അവർ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നല്ലത്. നമ്മൾ പ്രവർത്തിയുടെ പല ഗ്രേഡ് ഉണ്ടാവും, ചെറിയ പ്രവൃത്തി ഉണ്ടാവും, വലിയ പ്രവൃത്തി ഉണ്ടാവും. പക്ഷെ സത്യവിശ്വാസിക്ക് ഒടുവിൽ കണക്കൂട്ടുമ്പോൾ അവൻ ചെയ്ത ഉത്തമമായ പ്രവൃത്തിയുടെ റേഞ്ച് അനുസരിച്ച് മറ്റു പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു.
അപ്പൊ അങ്ങനെ ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ടും മനുഷ്യന്മാര് ഇത് കേൾക്കാതെ വന്നാൽ ഇങ്ങനെ ശിക്ഷിക്കും, ഞാൻ പണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. വലൗ അന്ന അഹ്ലൽ കിതാബി ആമനു വത്തഖൂ ലകഫർനാ അൻഹും സയ്യാതിഹിം വലഅദ്ഖൽനഹും ജന്നാത്തിൻ നഈം. അതായത് അഹ്ൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജൂത ക്രിസ്തവ വിഭാഗങ്ങൾ, നമ്മുടെ മുന്നിൽ കിതാബ് ലഭിച്ച ആളുകൾ, അവര് വിശ്വസിക്കുകയും തഖ്വ പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ വഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. അതായത് അവര് ആ തൗറാത്തിൽ പറഞ്ഞതുപോലെ അനുസരിച്ച്, ഇഞ്ചീലിൽ പറഞ്ഞതുപോലെ അനുസരിച്ച് ഖുർആനെയും പിന്തുടർന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവരുടെ കാൽ ചുവട്ടിൽ നിന്നും ആകാശത്തിൽ നിന്നുമൊക്കെ നാം ബർക്കത്ത് ചൊല്ലി ആഹാരം നൽകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പക്ഷേ അവരിൽ അധികം ആളുകളും വിശ്വസിക്കാത്തവരും പ്രവർത്തിക്ക് മോശമായ പ്രവൃത്തി ചെയ്യുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ മോശമായ പ്രവർത്തനം കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഇടങ്ങേറ് വരുമെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് ആദവും ഹവ്വയാണ്. പഴം പറിക്കരുത് എന്ന് പറഞ്ഞ് പറിച്ചതിന്റെ പേരിൽ പാപം ചെയ്തപ്പോൾ ശിക്ഷയും നടപ്പാക്കി. അപ്പൊ പാപം ചെയ്തു പോയാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ നടപ്പാക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. പക്ഷെ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ശിക്ഷയിൽ നിന്ന് നമ്മളെ വിട്ടുതരലുണ്ട്. അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കാതെ അല്ലാഹു തആല ചെറിയൊരു വേദന പഠിപ്പിച്ചിട്ട് നമ്മളെ തൗബ പഠിപ്പിക്കുന്നു. ഫതാബ അലൈഹി വതലഖ ആദമ മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു വത്തവാബുർ റഹീം. തൗബ ചെയ്തിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ്. മനുഷ്യൻ നേരത്തെ പറഞ്ഞ പിശാചിന്റെ ആ ദൗർബോധനത്തിൽ പലപ്പോഴും പെട്ടുപോകാറുണ്ട്. അപ്പൊ പെട്ടുപോയ മനുഷ്യൻ നിരാശനായി ജീവിതം നശിപ്പിക്കേണ്ടതില്ല, തൗബ ചെയ്യുക. തൗബയും ഇസ്തിഗ്ഫാറുമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ദുആയെ പോലെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി തൗബയും ഇസ്തിഗ്ഫാർ. യഥാർത്ഥത്തിൽ ഈ തൗബയും ഇസ്തിഗ്ഫാർ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലേ അതിന്റെ ഒരു ഫലം നമുക്ക് അനുഭവപ്പെടും. താബ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നുള്ളതാണ്. ആദം നബി ശുദ്ധമായ പ്രകൃതം, പരിശുദ്ധ ഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ശുദ്ധമായ സൃഷ്ടിപ്പാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആനിൽ ഹദീസിലൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് മനുഷ്യനെ അല്ലാഹു തആല അവന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. അപ്പോ പണ്ഡിതന്മാര് അതിനെ മഹാദുർവ്യാഖ്യാനം നടത്തി. അധിക പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് അറിയാതെ ദുർവ്യാഖ്യാനം നടത്തിയത്. അവിടെ ഒരു ഹു എന്നൊരു ലമീറുണ്ട്, അത് മനുഷ്യന്റെ കോലത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് രൂപം ഉണ്ടെന്ന് വരുമല്ലോ. അപ്പൊ അള്ളാഹ് എങ്ങനെയെങ്കിലും പണ്ഡിതന്മാർക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ. ഉടനെ അവര് ആ ലമീർ അങ്ങോട്ട് മാറ്റി മനുഷ്യനെ അവന്റെ കോലത്തിൽ സൃഷ്ടിച്ചു. ലോകത്ത് ഏത് ഭാഷയിൽ കേട്ടാലും മനുഷ്യന് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവാത്തതാണ്. ബൈബിളിൽ അതേ വാചകം കൃത്യമായി പറയുന്നത് മതിലുകളിലൊക്കെ നോക്കി എഴുതി വെച്ചിട്ടുണ്ടാവും. ദൈവം മനുഷ്യനെ അവന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന് അള്ളാഹ് ഇതുപോലെ രൂപം ഉണ്ടെന്നുള്ളതല്ല, ആ രൂപം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വഭാവവിശേഷം എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ. അത് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ്. അവൻ ചെയ്തു വെച്ച കോലം കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അവൻ ചെയ്ത രൂപം കണ്ടില്ലേ? ചെയ്ത രൂപം കാണാനും പറ്റില്ലല്ലോ. ചെയ്ത രൂപം കണ്ടില്ല. ഒരാളോട് എന്തോ പറഞ്ഞു, അപ്പൊ പറഞ്ഞു അവൻ ചെയ്ത രൂപം കണ്ടില്ല. അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ പറഞ്ഞതേ ഉള്ളൂ. അതാരും കാണാനും പറ്റൂല. അവൻ മറ്റൊന്ന് ചീത്ത പറഞ്ഞ സംഭവം അത് നല്ല സ്വഭാവമല്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സ്വഭാവ സവിശേഷതകളോടുകൂടി സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ അത് പണ്ഡിതന്മാർക്ക് അത് മനസ്സിലായി. പലയധികം പണ്ഡിതന്മാർ ഒരുപാട് റെഫർ ചെയ്ത് നോക്കിയിട്ട് അതൊക്കെ നല്ല വിശ്വാസയോഗ്യന്മാരായ പണ്ഡിതന്മാർ പോലും ഇത് മനസ്സിലാവാത്തതുകൊണ്ട് മനുഷ്യനെ അള്ളാഹു മനുഷ്യന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. പിന്നെ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അതേസമയം ബൈബിളിൽ ആ വാക്യം നേരെ തന്നെ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ അവന്റെ കോലത്തിൽ സൃഷ്ടിച്ചു. ഇവിടെ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ സൃഷ്ടിപ്പ്, നല്ല സംശുദ്ധമായ നന്മയിലേക്ക് പോവുക, സ്നേഹം, കരുണ, ദയ, ഇതൊക്കെ മനുഷ്യനിലൂടെ പ്രകടമാവാൻ അള്ളാഹുവിന്റെ സിഫത്തുകളെടുത്ത് മനുഷ്യന് നൽകുകയാണ് ചെയ്തത്. അപ്പൊ ആ സിഫത്തുകൾ ഇബ്ലീസിന്റെ കൂടെ പോയപ്പോ കുലുമാലായി പോയി. അതുകൊണ്ടാണ് ആദം നബി പാപം ചെയ്തത്. ഇനി ആ സിഫത്തുകൾ കുലുമാലായി പോയി നേരെയാക്കാൻ താബ, റിട്ടേൺ, അള്ളയിലേക്ക് മടങ്ങിക്കൊള്ളാനാ പറഞ്ഞത്. തൗബ ചെയ്യുമ്പോ അല്ല ആ ശുദ്ധതയിലേക്ക്, പരിശുദ്ധതയിലേക്ക്, മനസ്സിന്റെ ശുദ്ധ പ്രകൃതിയായ പരിശുദ്ധതയിലേക്ക് നീങ്ങുക എന്നുള്ള അള്ളാഹു മനുഷ്യന് സൃഷ്ടിച്ചു തന്ന ഫിത്രത്തുല്ലാഹി അല്ലത്തി ഫത്തറന്നാസ് അലൈഹ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്ന പരിശുദ്ധമായ ഒരു പ്രകൃതിയുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും ഇഷ്ടം, എല്ലാവരോടും സൗഹൃദത്തിൽ പെരുമാറുക. ഏത് ശുദ്ധാത്മാവെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധമോ അപകടമോ കുഴപ്പമോ വരുന്നത് ഒരു യഥാർത്ഥ മനുഷ്യൻ ഒരിക്കലും ആഗ്രഹിക്കൂല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസൂയ, പക, വൈരാഗ്യം, ദേഷ്യം, വിദ്വേഷം, ഇങ്ങനെ പൈശാചികമായി എണ്ണിപ്പറഞ്ഞ ഏതെങ്കിലും കാര്യം അവിടെ കൂടിയാൽ ഉടനെ അവന് മറ്റു മനുഷ്യനെതിരെ ദേഷ്യം പിടിക്കും.
ഇപ്പോൾ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാണ് താബ. ഇസ്തിഗ്ഫാർ അതിന്റെ കൂടെ ചെയ്യേണ്ട കാര്യം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് പറയാം ഗഫറ, അതായത് ടു കവർ, ടു സീക്ക് ടു കവർ എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാകും. അതായത് പൊടി വരളാതെ ഇങ്ങനെ കവർ ചെയ്ത പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള, പാപഭംഗിലമാവാതിരിക്കാൻ എന്റെ നഫ്സിനെ നീ കാത്തി രക്ഷിച്ചു കൊള്ളണേ തമ്പുരാനെ. അസ്തഗ്ഫിറുല്ലാഹ് എന്നതിന്റെ അർത്ഥത, നാഥ ഞാൻ നിന്റെ അടിമയാണ്, ശുദ്ധ പ്രകൃതിയല്ലാണ് നീ എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് ഇവിടെ ഒരു ചുറ്റുപാടിൽ പിശാചുണ്ട്, ഞാനാണെങ്കിൽ നിസ്സഹായനാണ്, എന്റെ ആത്മാവിന്റെ നഫ്സിന്റെ കൺട്രോൾ നിന്റെ കയ്യിലാണ്, ഞാൻ വിചാരിച്ചാൽ എന്നെ തടയാൻ പറ്റൂല, അതുകൊണ്ട് നാഥ ഞാൻ നിന്നിലേക്ക് വരുന്നു, നിസ്സഹായനായ ഈ ആശ്രിതൻ നിന്റെ മുന്നിൽ ഇതാ വന്ന് നിൽക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, നീ എന്നെ പാപത്തിന്റെ കറ പുരളാതെ കാത്തുള്ളണേ തമ്പുരാനെ. വഅതൂബുയിലേക്ക്, ഞാൻ നിന്നിലേക്ക് ഇതാ ശുദ്ധിക്ക് വേണ്ടി മടങ്ങുകയും ചെയ്യുന്നു. ഇത് ആണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെ പഠിപ്പിച്ചത്. നൂഹ് നബി അലൈഹി ഇസ്ലാം ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ ദൈവദൂതൻ, ആദ്യത്തെ നബി ആദ്യ നബി ആണെങ്കിലും ആദം നബിയും ഷീസും ഇദ്രീസും നൂഹിന് മുമ്പ് വന്ന ആളുകളാണ്. അവർക്ക് വേദഗ്രന്ഥങ്ങളോ ശരീഅത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ മുർസൽ റസൂല് നൂഹ് നബി ആയിരുന്നു. ആ നൂഹ് നബി പറഞ്ഞതാണ്, ഞാൻ ആ ജനതയോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, ഇന്നഹു കാന ഗഫാറ, അവൻ വളരെയധികം പൊറുക്കുന്നവനാണ്. എന്താ റിസൾട്ട്? യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആകാശത്ത് നാം മഴയായി അയച്ചു തരും എന്ന് പറഞ്ഞാൽ ധാരധാരയായി മഴ പെയ്ച്ചു തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീന, പണം വേണോ മക്കളെ വേണോ എന്നാ ഇസ്തിഗ്ഫാർ ചെയ്തോ എന്നാണ് ഈ പറഞ്ഞത്. അതായത് ഖുർആനിൽ നേരെ പറഞ്ഞു ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത പണം തരാം എന്ന് അല്ലാഹു ഇതാ വാഗ്ദാനം ചെയ്യുന്നു. യുംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടാക്കി തരാം, അരുവികൾ ഒഴുകി തരാം. മലകും ലാ തർജൂന ലില്ലാഹി വഖാറ, ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെന്ത് അല്ലാഹുവിനെ അത്ര ഗൗരവത്തിൽ എടുക്കാത്തത് മനുഷ്യരെ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. വഖദ് ഖലഖകും അത്വാറ, ഒരുപാട് ഘട്ടങ്ങളിലായി നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പൊ വികസനത്തെ കുറിച്ച് ലോകത്ത് എല്ലായിടത്തും ചർച്ചയാണ്. നമ്മൾ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധമായ മനസ്സുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ മഹാനാശം ലോകത്തുണ്ടാക്കി. ചെർണോബിൽ നമുക്കറിയാം, യൂണിയൻ കാർബൈഡ് നമുക്കറിയാം, പ്ലാച്ചിമട നമുക്കറിയാം. അതുപോലെയുള്ള ഒരുപാട് ഭൂമിയിലെ വെള്ളം ഊറ്റിക്കൊണ്ട് മനുഷ്യനെ കോള കുടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഡെവലപ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഒരുപാട് സ്ഥലത്ത് ഡെവലപ്മെന്റ് നടക്കുന്നു. ഡെവലപ്മെന്റിന് വേണ്ടി ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ മേശയിലിരിക്കുമ്പോൾ അവൻ ആദ്യം തീരുമാനിക്കണം അതിന് എത്ര കോടി എത്ര ആളുകൾ വെട്ടിയെടുക്കാം എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രോജക്റ്റുകളുടെ പിന്നിലെ പ്രേരകമായ സംഗതി എന്നുള്ളതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതല്ല. അല്ലാഹു തന്ന വിഭവങ്ങൾ അല്ലാഹുവിന്റെ അടിമകൾക്ക് ഉപയോഗപ്രദമായി വിനിയോഗിക്കണമെങ്കിൽ ശുദ്ധമായ മനസ്സോടുകൂടി നിങ്ങൾ സമീപിക്കണം. അങ്ങനെ അല്ലാഹുവിനെ സമീപിച്ചാൽ ആകാശത്ത് ഞാൻ മഴ പെയ്യും, നിങ്ങൾക്ക് മക്കളുണ്ടാക്കി തരും, നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കി തരും, നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരും. ഇതെല്ലാം നാം തരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറില്ല. നിങ്ങൾ അല്ലാഹുവിനെ വിട്ടുള്ള എങ്ങോട്ടുള്ള വികസനം 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 എങ്ങനെയെങ്കിലും കുറെ വികസനം ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ കുറെ വികസനം ഉണ്ടാക്കി കഴിയുമ്പോൾ വികസനം ഉണ്ടാക്കി വെക്കുന്ന ആപത്ത് ദൂരീകരിക്കാൻ വേണ്ടി പിന്നെ വികസനത്തിന് 50,000 കോടിയാണെങ്കിൽ ആപത്ത് ദൂരീകരിക്കാൻ 75,000 കോടി ചെലവാക്കണമെന്ന് പറയും. ഗോളിയോറൈൻസ് നമ്മൾ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നതാണ് കേരളത്തിൽ. ആ ഗോളിയോറൈൻസിന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ എത്രയോ ആളുകൾ പിന്നെ നിരാഹാരം കിടക്കുകയും ബഹളം ഉണ്ടാക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത് നമ്മുടെ കൺമുന്നിൽ കേരളത്തിൽ കണ്ട കാഴ്ചയാണ്. എത്രയോ ആളുകൾ ക്യാൻസർ പിടിച്ചു പോയത്, ആ ചാലിയാറിലെ വെള്ളം മുഴുവനും മലീമസമായി പോയതും നമ്മൾ കണ്ടതാണ്. വികസനത്തിന്റെ ചിന്താഗതി ഉണ്ടാവുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ നാശനുമായി നിങ്ങൾ ബന്ധപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വികസനം നിങ്ങൾക്ക് അവസാന നാശം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. ഇതുപോലെ ഒരുപാട് വികസനം നടത്തിയ ആദ്യ സമൂഹ ഗോത്രക്കാർ മിൻഹും അശദ്ദു ഖുവ വമിൻ, അവര് നിങ്ങളെക്കാൾ ശക്തിമത്തായ ആളുകളായിരുന്നു. ഒരുപാട് കോട്ടകൊത്തളങ്ങൾ ഉണ്ടായിരുന്നു. വലിയ വലിയ മലകൾ വെട്ടി പൊളന്ന് അതിനകത്ത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഗുദാം കോട്ട, അതുപോലെ തന്നെ യമനിലും സബയിലുമൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. വലിയ ജലസേചന പദ്ധതികൾ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ രമ്യഹർമ്മ്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം അവരവിടെ കെട്ടിപ്പോക്കി വലുതാക്കി ജീവിതത്തിന്റെ സുഖം ആസ്വദിക്കാൻ പോയപ്പോൾ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് ഈ ചരിത്രത്തിലെ ഇന്നലകളിലെ യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളൊന്ന് നോക്കി നടന്ന് പഠിക്കുക, നടന്ന് നോക്കി ഒന്ന് പഠിച്ചുകൊള്ളുക. വികസനം എന്നത് അല്ലാഹു നൽകുന്ന
വികസനമാണ്. അതിന് അള്ളാഹുലേക്ക് തന്നെ മടങ്ങണമെന്ന് ഇതേ സംഗതിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഹൂദ് നബി ഇതേ കാര്യം തന്നെ ഹൂദ് നബി പഠിപ്പിച്ചിട്ട് പറയണ, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, എന്റെ ജനതയെ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവനിലേക്ക് ശുദ്ധതയ്ക്ക് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, അവിടെയും പറയുന്നത് ആകാശത്തെ നാം നിങ്ങൾക്ക് ധാരധാരയായി മഴയായി, മഴ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയും ഉൾക്കൊള്ളുന്ന മഹാ അനുഗ്രഹമാണ്. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങൾക്കൊരു ശക്തി ഞാൻ തന്നിട്ടുണ്ട്, അതോടൊപ്പം വലിയ ശക്തിയും നാം നിങ്ങൾക്ക് ഏറ്റിത്തരാം എന്ന് പറയുന്നു. വലാ തതവല്ലൗ മുജ്രിമീൻ, അക്രമികളായി നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുതേ എന്ന് ഹൂദ് നബി പറഞ്ഞു. മുഹമ്മദ് നബിയോടും പറഞ്ഞു അതേ കാര്യം തന്നെ. വയസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ യുഅതി കുല്ല ദീ ഫളിൻ ഫളിലഹു ഫഇൻ തവല്ലൗ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. അതായത് നീ അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായ മനസ്സ്, നല്ല ചിന്തയ്ക്ക്, ശുദ്ധമായ മനസ്സിലെ നല്ല ചിന്ത ഉണ്ടാവും. നല്ല ചിന്ത ഉണ്ടാവും, മലക്കുകൾ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനം തരും. അപ്പൊ ആളുകൾ ചോദിക്കും, നിങ്ങൾ തുബലി എന്ന് പള്ളി കുത്തിയെന്ന് പറഞ്ഞാൽ മതിയോ എന്ന് സാധാരണ മനസ്സുകൾ ചോദിക്കും. യഥാർത്ഥ അസ്തഗ്ഫിറുള്ള പറയുന്നവന് അവിടെ ഇരുത്തൂല എന്നുള്ളതാണ്. അത് മലക്കുകൾ അള്ളാഹുവിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടാണ് ഒരുത്തൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതെങ്കിൽ, തൗബ ചെയ്യുന്നെങ്കിൽ അവന് പ്രവർത്തിക്കാനുള്ള പ്രചോദനം നൽകാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റിരിക്കുന്നു എന്നുള്ള. അപ്പൊ പ്രവർത്തിക്കാൻ പ്രചോദനം ലഭിക്കാത്ത ഇസ്തിഗ്ഫാറും തൗബയും ദുആയും നാക്ക് കൊണ്ടുള്ള വാചോവാദങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. യാതൊരു അർത്ഥവുമില്ലാത്ത പുലമ്പലുകളാണ്. വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്ന്, അല്ലെങ്കിൽ പള്ളിയിലിരുന്ന്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എന്തൊക്കെ പുലമ്പിയാൽ നമുക്കൊരു വികസനം ഉണ്ടാവില്ല, തൗബയും ശരിയാവില്ല, ഇസ്തിഗ്ഫാറും ശരിയാവില്ല. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് അടുക്കണം. ദുആയോട് ഇസ്തിഗ്ഫാറും തൗബയും ദുആയുടെ മറ്റൊരു ഭാഗമാണ് എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് നമസ്കാരത്തിലും അതുപോലെ തന്നെ ഒന്നും കൂടാതെ തന്നെ 100 പ്രാവശ്യം പറയുമായിരുന്നു. 4 എണ്ണം ഉണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. 4 കൂടെ ചേർത്ത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഏത് നന്മ ഉണ്ടായാലും, ഏത് പ്രശ്നം ഉണ്ടായാലും, ഏത് ആവശ്യങ്ങൾ ഉണ്ടായാലും ഫസബ്ബിഹ് ബിഹംദി റബ്ബിക ഫസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അത് ശരിക്കും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ്, നാവുകൊണ്ട് പറഞ്ഞ്, ഹൃദയത്തിൽ ഉറപ്പിച്ച്, മനസ്സിന്റെ മന്ത്രം അതായി, ജീവിതത്തിന്റെ മന്ത്രം അതായി, പിന്നെ അള്ളാഹുമായി അടുത്ത് അതിലേക്ക് മാത്രം നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മളത് പറഞ്ഞു പഠിപ്പിച്ചത്. അദ്ദേഹം ഒരു സ്ഥലത്ത് ഒറ്റയിരുന്ന് 100 പ്രാവശ്യം എഴുന്നേൽക്കാതെ പറഞ്ഞതായിട്ട് തന്നെ സഹിയായ ഹദീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊന്ന് മെനക്കെടണമെന്ന് തന്നെയാണ് അർത്ഥം. പ്രാർത്ഥിക്കാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനും നമ്മൾ ശരിയായ നിലയിൽ തന്നെ ഒന്ന് തീരുമാനിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് അടുക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് നന്നാവും, ഹൃദയം നന്നാവും, ചിന്ത നന്നാവും, ആശയങ്ങൾ നന്നാവും, ബന്ധങ്ങൾ നന്നാവും, ഇടപാടുകൾ നന്നാവും. ആകാശത്തിന്റെ കവാടങ്ങളും ഭൂമിയുടെ വാതിലുകളും വാതായനങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊണ്ട് ചൊരിഞ്ഞിടുമെന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നത് ജനതയ്ക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് ദിക്ർ ചൊല്ലിയാൽ, ദുആ ചൊല്ലിയാൽ, സദഖ കൊടുത്താൽ അത് ദുനിയാവിൽ മഹാ കഷ്ടപ്പാട് തന്നെയായിരിക്കും, പരലോകത്ത് മാത്രമേ കിട്ടുള്ളൂ എന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അങ്ങനെ അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിൽ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ, അതാണ് ഏറ്റവും പരമപ്രധാനമായ ദുആയി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരം ഒരു വിധാനത്തിലേക്ക് എത്തുന്ന തരത്തിലാണ് ദുആ കണ്ടത്. അതിന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട്
ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. وعن ابن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لزم الاستغفار جعل الله له من كل ضيق مخرجا ومن كل هم فرجا وارزقه من حيث لا يحتسب رواه أبو داود. ആ പറഞ്ഞ നേരത്തെ ഒന്നാം ഖുതുബയിൽ പറഞ്ഞ ആയത്തുകളെ പിന്തുണച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ പാപമോചനത്തെയും ഖേദപ്രകടനം ചെയ്യും. തൗബയും ഇസ്തിഗ്ഫാറും രണ്ടും ആരെങ്കിലും പതിവാക്കിയാൽ, ജീവിതത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലൈഖിൻ മഖറജ, എല്ലാ കുടിസിൽ നിന്നും, ഇടുക്കത്തിൽ നിന്നും, അതായത് വിഷമങ്ങളിൽ നിന്നും, ജീവിതത്തിൻ്റെ വഴിച്ചാലയിലുണ്ടാകുന്ന കുടിസുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതിൽ നിന്ന് മഖ്റജ്, ഒരു മോചനം നൽകുന്നതാണ്, വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് വിമോചനം നൽകുന്നതുമാണ്. ഹമ്മ് എന്ന് പറഞ്ഞാൽ ദുഃഖം, ഫറജ് എന്ന് പറഞ്ഞാൽ വിടവ് എന്നുള്ളത്, അതായത് അതിൽ നിന്ന് മോചനം നൽകുന്നു. വർസുഖ്ഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ജീവിത വിഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതാണ്. പടച്ച തമ്പുരാനെ ഇന്നത് എനിക്ക് തരണേ എന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ പറയാം. പക്ഷേ ദ്വാ കഴിയുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. നമുക്ക് ആഗ്രഹിച്ചത് കിട്ടിയതിനേക്കാൾ പ്രയോജനകരമാണ് രണ്ടാമത് കിട്ടിയത് എന്ന് പിന്നീട്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കില്ല, ഒരിക്കലും വാഗ്ദാനം ലംഘിക്കാത്ത മഹാനാഥനാണ് അള്ളാഹു. ഈ പാവങ്ങളോട് എന്തിനാണ് പടച്ച തമ്പുരാൻ വാഗ്ദാനം ലംഘിക്കുന്നത്? റഊഫും ബിൽ ഇബാദ്, നമ്മളോട് ഏറ്റവും അധികം കാരുണ്യമുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നു, വരൂ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ ഒരുപാട് കുഴപ്പങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ദുന്യാവാണ്, നഫ്സ്, അതിൻ്റെ വീക്ക്നെസ് ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് ആ പ്രഭാതമായാൽ പ്രദോഷം വരെ തൗബയുടെ വാതിലുമായി ഞാൻ തുറന്ന് കാത്തിരിക്കുന്നു. പ്രദോഷമായാൽ പ്രഭാതം വരെ തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ വാതിൽ തുറന്ന് ഞാൻ കാത്തിരിക്കുന്നു. അടിമകളെ വരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുക. ഇനി തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരോടെയും ചോദ്യം. എത്രമാത്രം ശുദ്ധിയാവാൻ, എത്രമാത്രം നേരെയാവാൻ, എത്രമാത്രം അള്ളാഹുവിന്റെ തൃപ്തിയിലാവാൻ നാം ആഗ്രഹിക്കുന്നു, അത്രമാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ടാക്കുക. അത്രമാത്രമല്ല, അതിനേക്കാളും കൂടി. അതായത് ഒരാളെന്റെ മനസ്സിലോർത്താൽ നാം അവനെ നമ്മുടെ മനസ്സിലോർക്കും. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഓർത്താൽ നാം സദസ്സിലോർക്കും. ഒരാളൊരു ചാണെടുത്താൽ ഞാനൊരു മുഴമെടുക്കും. ഒരാളൊരു മുഴമെടുത്താൽ ഞാനൊരു വാല എടുക്കും. ഒരുത്തൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ നാം അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു സംഗതി റസൂൽ പറയാറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രീകരണം, അതിൻ്റെ ആന്തരാർത്ഥം നമുക്കറിയാം. അങ്ങനെ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളഅന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ വഖിയ സഹാബ റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ ചെറുതാനെ ഞങ്ങളുടെ എല്ലാവരും പാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു നോക്കാതെ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും മിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു നോക്കാതെ തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയവരുടെ ഖബറിന്റെ സ്വർഗ്ഗ പൂങ്കാവനങ്ങൾക്ക് പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകണേ തമ്പുരാനെ. ഇസ്തിഗ്ഫാറും തൗബയും പതിവാക്കുന്ന ഒരു മനസ്സും ശരീരവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇസ്തിഗ്ഫാറും തൗബയും നീ സ്വീകരിക്കണേ നാഥ. റഹ്മാനായ തമ്പുരാനെ, അകലങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും ഉത്തമമായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. രോഗം കൊണ്ട് വിഷമിക്കുന്ന, ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി വിഷമിക്കുന്ന, ഓപ്പറേഷൻ കഴിയാതെയും ഒക്കെ വിഷമിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫാക്കണേ തമ്പുരാനെ. അവരുടെ എല്ലാ പരിമിതികളും നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും നീ മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നീ
നീയുമായി ബന്ധപ്പെടുത്തി ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖുർആൻ ഏറ്റവും നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. ശാന്തമായ ജീവിതം, ശാന്തമായ മരണം, സംതൃപ്തമായ ഒരു വരവ് എന്നിലേക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഖബറിടം പ്രവിശാലമാക്കണേ, പ്രകാശപൂരിതമാക്കണേ നാഥ. റഹ്മാനായ തമ്പുരാനെ, മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശത്തെ ഇതാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും സ്വീകരിക്കുന്ന ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.